ഹലോ ഓൾ. സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫോർമേഷൻ റിസോഴ്സസ് ഇൻ ഫാർമക്കോവിജിലൻസ്. സോ വാട്ട് ഈസ് ഇൻഫോർമേഷൻ റിസോഴ്സസ്? എന്താണ് ഈ ഇൻഫോർമേഷൻ റിസോഴ്സസ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫോർമേഷൻ എടുക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ്, അതായത് നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു റിസോഴ്സസിനെ പറയുന്നതാണ് ഇൻഫോർമേഷൻ റിസോഴ്സസ്, അല്ലേ? സോ വാട്ട് ഇൻഫോർമേഷൻ വി ആർ ഗിവിംഗ്? ഡ്രഗ് ഇൻഫോർമേഷൻ. ഓക്കെ. സോ ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ, അല്ലെ? അത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡ്രഗിനെ പറ്റി അതിന്റെ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ഡ്രഗ്, എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്, എന്ത് ഡോസിലാണ് ഉപയോഗിക്കേണ്ടത്, അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് പേഷ്യന്റിനാണ് അത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് എടുക്കേണ്ടത്, ഒരു അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്ക് എന്താണ്. സോ ഈ കാര്യങ്ങളെല്ലാം ഒരു ഡ്രഗ് ഇൻഫോർമേഷനിൽ ഉൾപ്പെടാം, അല്ലേ? ആ ഡ്രഗിനെ പറ്റിയിട്ടുള്ള എന്തെല്ലാം ഇൻഫോർമേഷൻ ആണോ, ഫ്രം എ ടു സെഡ് എന്തെല്ലാം ഇൻഫോർമേഷൻ ആണോ, അതെല്ലാം ഡ്രഗ് ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. സോ നമ്മൾ പെർട്ടിക്കുലർലി നമ്മളുടെ ഒരു ഡെയിലി പ്രാക്ടീസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ഒരു മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റിന് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഒരു ഡ്രഗ് ഇൻഫോർമേഷനെ പറ്റി. അതായത് ആ ഒരു ഏത് ഡ്രഗാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അത് എന്ത് കാര്യത്തിനാണ്, എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് എന്നുള്ള ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. പക്ഷെ അതിന് നമുക്ക് ഒരു ഡ്രഗ് ഇൻഫർമേഷൻ പേഷ്യന്റ് കൗൺസിലിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ ആസ് സച്ച് ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഈ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൽ അത് എത്രത്തോളം അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോമിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും അത്രയും നടക്കേണ്ട സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. ഡ്രഗ് ഇൻഫർമേഷൻ സെന്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയനെ പറയുന്ന പേരാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. ഓക്കെ. സോ വാട്ട് ഈസ് ഡ്രഗ് ഇൻഫർമേഷൻ? ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അത് പെർട്ടിക്കുലർ ആയിട്ട് അത് ആവശ്യപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഡ്രഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ജനറലി നമ്മൾ പേഷ്യൻസിന് ആ ഒരു ഡ്രഗിന്റെ ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും പേഷ്യൻസിന് മാത്രമല്ല, അത് ജനറലി കൊടുക്കുന്നത് ആരാണ്? ഒരു ഫാർമസിസ്റ്റ് ആണ്. കാരണം ഫാർമസിസ്റ്റ് ഈസ് മെയിൻലി ഡീലിംഗ് വിത്ത് ദ ഡ്രഗ്സ്, അല്ലെ, മെഡിസിൻസ്. സോ ഒരു ഫാർമസിസ്റ്റിനാണ് ആ ഡ്രഗിന്റെ ഫാർമക്കോളജിക്കലായിക്കോട്ടെ, കൈനറ്റിക്സിലായിക്കോട്ടെ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കളക്റ്റീവ് ആയിട്ട് കിട്ടുന്നത് മെജോറിറ്റി ഒരു ഫാർമസിസ്റ്റിനായിരിക്കും, അല്ലെ? സോ ഒരു ഫാർമസിസ്റ്റ് ആണ് ഡ്രഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം? ആർക്കൊക്കെ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ ഒരു ഫാർമസിസ്റ്റിന് കൊടുക്കാൻ പറ്റും? പേഷ്യൻസിന് കൊടുക്കാം, അല്ലെ? പേഷ്യൻസിന് കൊടുക്കാം, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് കൊടുക്കാം. സോ ഈവൻ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആയിക്കോട്ടെ, സോ ഇവരെല്ലാം മെഡിസിൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ എന്തെല്ലാം ടെക്നിക്കാണ്, അല്ലെങ്കിൽ എന്ത് ഡോസിലാണ്. ഇപ്പൊ ഒരു സ്പെസിഫിക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റീനലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്, അതായത് ഒരു കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യന്റിന് എങ്ങനെയാണ് ഒരു ഡ്രഗ് മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം ഉറപ്പായിട്ടും സ്പെസിഫിക്കലി ഫോർ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നിർദ്ദേശം കൊടുക്കാം. ഇന്ന രീതിക്കാണ് ഈ ഡ്രഗ് എടുക്കേണ്ടത് എന്നുള്ള രീതിക്ക് കൊടുക്കാം. പക്ഷെ അതൊരിക്കലും അവരുടെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അല്ല കൊടുക്കുന്നത്. ഒരു സ്പെഷ്യലൈസ് റിസോഴ്സസ് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഡ്രഗ് ഇൻഫർമേഷൻ, അല്ലേ? സോ ഫാർമസിസ്റ്റിന് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, വെദർ ഇറ്റ് ഈസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേഷ്യൻസിനാണെന്നുണ്ടെങ്കിലും ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. സോ ഡ്രഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ് ആണ്. ജസ്റ്റ് ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതല്ല. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി. ഓക്കെ, ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്ത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്, സോ വെദർ ഇറ്റ് മൈറ്റ് ബി റിഗാർഡിംഗ് എ ഡ്രഗ്സ് ഡോസേജ് അല്ലെങ്കിൽ യൂസേജ്, അതിനെ പറയുന്ന പേരാണ് ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി. അതായത് ഡ്രഗ് ഇൻഫർമേഷന് വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അതാണ് ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി. സോ വൺസ് ഈ ക്വറി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വറി ആരാണ് ചോദിക്കുന്നത്, ദർ ഈസ് എ സ്പെസിഫിക് ടേം, ദാറ്റ് ഈസ് ഡ്രഗ് ഇൻഫർമേഷൻ ഫോം ഉണ്ട്. ഈ ഫോം ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും, വെദർ ഒരു ഫിസിഷ്യൻ ഒരു ഫാർമസിസ്റ്റിനോട് ഇന്നൊരു ഡ്രഗ് ഇൻഫർമേഷൻ ചോദിച്ചെന്നിരിക്കട്ടെ, ആ ചോദിക്കുന്ന ചോദ്യമാണ് ക്വറി. ഓക്കെ, ആ ക്വറിക്കുള്ള റെസ്പോൺസ് നമ്മൾ ഏകദേശം ഒരു 7 സ്റ്റെപ്പുകളിലായിട്ടാണ് കൊടുക്കുന്നത്. സോ ഇൻ യുവർ സിലബസ് നിങ്ങൾക്ക് അതിപ്പോ നോക്കാനായിട്ടില്ല, പക്ഷെ എന്നാൽ പോലും നമ്മളുടെ റെഫറൻസസിൽ അത് അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് യു ക്യാൻ റെഫർ ഇറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നതേ ഉള്ളൂ. ഒരു ക്വറി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രഗ് ഇൻഫർമേഷൻ ഫോമിൽ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ അത് 7 സ്റ്റെപ്സിലാണ് നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കുന്നത്.
7 സ്റ്റെപ്പ് എന്താണെന്നുള്ളതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. സോ, ആ ക്വറി ചോദിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ്, ആ ഡോക്യുമെന്റ് ചെയ്ത് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്തിട്ട് വേണം ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒരു മരുന്നിനെ പറ്റി ചോദിച്ചു, അതിന്റെ ആൻസർ നമ്മളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കൊടുക്കണം. സോ ഈ ഡ്രഗ് ഇൻഫർമേഷൻ ഒരു ഫാർമസിസ്റ്റിന് ആ ഡ്രഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനെ പറ്റിയുള്ള ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിസോഴ്സസ് അത് റെഫർ ചെയ്യണം അല്ലേ? നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടണ്ടേ? സോ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്യുന്ന റിസോഴ്സസ് ആണ് ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ്. സോ ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഡ്രഗ് ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, ഡ്രഗിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ആണ് ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ്. അത്രയേ ഉള്ളൂ. സോ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, നിങ്ങൾക്ക് ഈസിലി പഠിച്ചെടുക്കാം. ചെറിയൊരു ക്ലാസ് ആയിരിക്കും. അധികം നമുക്ക് അങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കേണ്ട അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നുമില്ല. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ ഡ്രഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ക്ലിനിക്കലി റെലവെന്റ് ഇൻഫർമേഷൻ ഓൺ എനി ആസ്പെക്ട് ഓഫ് ഡ്രഗ്. അതായത് ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള എന്ത് റെലവെന്റ് ആസ്പെക്ട് ആണെന്നുണ്ടെങ്കിലും കൊടുക്കാം ഡ്രഗ് ഇൻഫർമേഷനിൽ. റിലേറ്റിംഗ് ടു ഇൻഡിവിജ്വൽ പേഷ്യൻസ് ഓർ ജനറൽ ഇൻഫർമേഷൻ ഓൺ ഹൗ ബെസ്റ്റ് ടു യൂസ് ഡ്രഗ് ഫോർ പേഷ്യൻസ്. ഒരു പേഷ്യന്റിന്റെ മാക്സിമം എഫക്റ്റീവ്നെസ്സിനായിട്ട് ഒരു ഡ്രഗ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൊടുക്കാം. അല്ലെങ്കിൽ ക്ലിനിക്കലി റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനോ, ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള എന്ത് ഇൻഫർമേഷനോ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡ്രഗ് ഇൻഫർമേഷനിൽ കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. Pharmacists have a unique range of knowledge and skills which are required for drug information practice. So pharmacist ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ആർക്ക്? അതായത് ഡ്രഗ് ഇൻഫർമേഷൻ പറ്റിയതിൽ ഏറ്റവും നന്നായി കൊടുക്കാൻ പറ്റുന്നത് ഒരു ഫാർമസിസ്റ്റിന് തന്നെയായിരിക്കും. ബിക്കോസ് ദേ ഹാവ് നോളജ് ഓഫ് ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി, ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോതെറാപ്പി. ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള A to Z നോളജും ഏറ്റവും കൂടുതൽ അവർ പ്രൊഫഷണലി പഠിച്ചു വന്നിട്ടുള്ള ഫാർമസിസ്റ്റ് തന്നെയാണല്ലോ. അവരുടെ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസിലാണെന്നുണ്ടെങ്കിൽ ഡ്രഗിനെ പറ്റിയിട്ടാണ് മെജോറിറ്റി അവർ ഡീൽ ചെയ്യുന്നത്. സോ ദേ വിൽ ബി ദ റൈറ്റ് പേഴ്സൺ ടു പ്രൊവൈഡ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ്. ഓക്കെ. സോ വാട്ട് ഈസ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ്? ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു മരുന്നിനെ പറ്റി ചോദിച്ചാൽ അതിന്റെ ആൻസർ കൊടുക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് എ സർവീസ്. ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ ഫാർമസി സർവീസ് ദാറ്റ് പ്രൊവൈഡ്സ് ആക്യുറേറ്റ്, unbiased and evidence-based information about medications to the healthcare professionals. That is accurate ആയിട്ടുള്ള, അത്രയും ഒരു തെറ്റുമില്ലാതെ അൺബയാസ്ഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ, എന്തെല്ലാം ദാറ്റ് ഈസ് കറക്റ്റ് ഇൻഫർമേഷൻസ്. ഓക്കെ. അതായത് ഒരു ഡ്രഗിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എവിഡൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു പേഷ്യന്റ്, ഒരു പീഡിയാട്രിക് പേഷ്യന്റ് ആണ്. ആ പീഡിയാട്രിക് പേഷ്യന്റിൽ ഒരു ഡ്രഗ് കൊടുക്കേണ്ട, ഒരു പാരസെറ്റാമോൾ കൊടുക്കേണ്ട ഡോസേജ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ്. ആ പേഷ്യന്റിനെ ആശ്രയിച്ച് എന്തെല്ലാം രീതിയിലാണ് മരുന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ട് ആണ് എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് മെഡിക്കേഷൻസ് ടു ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് കൊടുക്കാം. ടു എൻഷുർ ദ സേഫ്, എഫക്റ്റീവ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്. റാഷണൽ യൂസ് ഓഫ് ഡ്രഗ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 5 R's. ദാറ്റ് ഈസ് റൈറ്റ് ഡ്രഗ്, ദ റൈറ്റ് ടൈം, ടു ദ റൈറ്റ് പേഷ്യന്റ്, ത്രൂ ദ റൈറ്റ് ഡോസ്. അറിയോ? ദാറ്റ് ഈസ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്. മറന്നുപോയോ? ഫസ്റ്റ് ക്ലാസ്സസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഡ്രഗ് ആയിരിക്കണം, റൈറ്റ് പേഷ്യന്റിനായിരിക്കണം, റൈറ്റ് ഡോസിലായിരിക്കണം, റൈറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിലായിരിക്കണം, അല്ലെങ്കിൽ റൈറ്റ് ഡോസേജിലായിരിക്കണം. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ സേഫ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ഡ്രഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ? അതായത് ഒരു ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റർ, അതായത് ഒരു ഏരിയ, an area where pharmacists specialize in providing drug information service. ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. ഓക്കെ. ഡ്രഗ് ഇൻഫർമേഷൻ സെന്റേഴ്സ് എല്ലാം ഇപ്പൊ കുറെ അവൈലബിൾ ആണ്. ദർ ഈസ് ഗവൺമെന്റ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റേഴ്സ്, അങ്ങനെ കുറെ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസിലൊക്കെ കുറെ ഡ്രഗ് ഇൻഫർമേഷൻ സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ്. What is drug information resources? That is our main topic, അല്ലേ? It is the references or tools used by healthcare professionals, especially pharmacists, to retrieve accurate, current and evidence-based information about medication, including their dosage, interactions, side effects, etc., to ensure safe and rational use of medicine. അതായത് ഒരു ഫാർമസിസ്റ്റ് ഡ്രഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മരുന്നിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള
റീസെന്റ് ആയിട്ടുള്ള കറന്റ് എന്ന് പറയുന്ന റീസെന്റ് അഡ്വാൻസസ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എവിഡൻസ് ബേസ്ഡ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിസോഴ്സസ് ആണ് ഡ്രഗ് ഇൻഫോർമേഷൻ റിസോഴ്സസ്. സോ ഡ്രഗ് ഇൻഫോർമേഷൻ റിസോഴ്സസ് മെയിൻലി 3 തരത്തിലാണുള്ളത്: പ്രൈമറി റിസോഴ്സസ്, സെക്കൻഡറി റിസോഴ്സസ് ആൻഡ് ടെർഷ്യറി റിസോഴ്സസ്. പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് അല്ലേ? അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 3 തരത്തിലുള്ള റിസോഴ്സസിനകത്ത് പഠിക്കും കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി റിസോഴ്സസ്. 3 തരത്തിലുള്ള റിസോഴ്സസ് ആണുള്ളത്: പ്രൈമറി റിസോഴ്സസ്, സെക്കൻഡറി റിസോഴ്സസ് ആൻഡ് ടെർഷ്യറി റിസോഴ്സസ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി റിസോഴ്സസ്. എന്താണ് പ്രൈമറി റിസോഴ്സസ്? അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിസർച്ചേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഒരു മരുന്നിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ മരുന്നിന്റെ മാനുഫാക്ചറേഴ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻ. ഇറ്റ് ക്യാൻ ബി എ പ്രൈമറി റിസോഴ്സ്. ഓക്കെ. ആൻഡ് പേറ്റൻസ് കണ്ടെയ്നിങ് ഒറിജിനൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ഡിസ്കവറി ഓഫ് ഡ്രഗ്. അതായത് ഓരോ ഡ്രഗിന് ഓരോ പേറ്റൻസ് ഉണ്ടാവുമല്ലോ, ആ പേറ്റന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഫർമേഷൻ. റിപ്പോർട്ട്സ് ഇൻക്ലൂഡിംഗ് സയന്റിഫിക് ഡാറ്റ ബിഫോർ പ്രൊഡക്റ്റ് ക്യാൻ ബി ഡീറ്റെയിൽഡ്, ഡെലിവേർഡ് ഓർ റെപ്രസെന്റഡ്. സയന്റിഫിക് ഡാറ്റാസ് ആയിരിക്കാം, ജേർണൽസ് ആയിരിക്കാം, പലതരത്തിലുള്ള ജേർണൽസ് അവൈലബിൾ ആണ്, അതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ സ്റ്റഡീസ് ഓർ റിപ്പോർട്ട്സ് ആയിരിക്കാം, തീസിസ് ആയിരിക്കാം. നമ്മളെല്ലാം റിസർച്ച് ചെയ്യുമ്പോൾ അതിന്റെ തീസിസ് എന്താ തെസിസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ തെസിസ് നമുക്ക് ഇൻഫർമേഷൻ റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് പ്രൈമറി റിസോഴ്സസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. സോ വൺസ് അഗെയിൻ റിസർച്ചേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഇൻഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പേറ്റൻസ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാം, റിപ്പോർട്ട്സ് ഓഫ് സയന്റിഫിക് ഡാറ്റാസ് ഉപയോഗിക്കാം, സയന്റിഫിക് ജേർണൽസ്, പലതരത്തിലുള്ള സ്റ്റഡീസ് പ്രസിദ്ധീകരിക്കുന്ന ജേർണൽസ്, ഈ ജേർണൽസ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ സ്റ്റഡീസ് ഓർ റിപ്പോർട്ട്സ് ഉപയോഗിക്കാം. ആൻഡ് തെസിസും നമുക്ക് പ്രൈമറി റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ്? എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് കണ്ടെയ്ൻസ് ദ മോസ്റ്റ് ലേറ്റസ്റ്റ് എവിഡൻസ്. അതായത് ഏറ്റവും റീസെന്റ് അഡ്വാൻസസ്, ദാറ്റ് ഈസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് അതിലൂടെ ലഭിക്കും. ഏതിൽ നിന്ന്? മെയിൻലി പ്രൈമറി റിസോഴ്സസിൽ നിന്ന്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഓൺ ന്യൂ ഡ്രഗ്സ്. ഏതെങ്കിലും പുതിയ ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. ഇറ്റ് ക്യാൻ ഇൻഡിവിജ്വലി അസസ് വാലിഡിറ്റി ഓഫ് സ്റ്റഡീസ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡീനെ പറ്റിയുള്ള, ഇൻ കേസ് ഏതെങ്കിലും സ്റ്റഡി റിപ്പോർട്ട്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ റീഡർ ഇവാലുവേറ്റ്സ് ദ ക്വാളിറ്റി ആൻഡ് യൂസബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ്, ഒരു റീഡർ, അതായത് ഇൻ കേസ് നമ്മളൊരു പേഷ്യന്റിനാണ് ആ ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആയാലും the reader evaluates the quality and usability of information. That is, once ഒരു ഫാർമസിസ്റ്റ് ആ ഒരു പേഷ്യന്റിനാണ് ഈ ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന് തന്നെ അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ യൂസബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാട്ട് ഇറ്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്? ഇറ്റ് ഡസ് നോട്ട് ലീഡ് ആൻ ഇൻഡിവിജ്വൽ ടു ബെസ്റ്റ് ഡിസിഷൻ ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഇത് മാത്രം റെഫർ ചെയ്തിട്ട് നമുക്ക് ഒരു ആൻസർ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഡൺ. ഓക്കെ, ബിക്കോസ് അതിനൊരു ലിമിറ്റഡ് സ്കോപ്പ് ആണ്. കാരണം ഒരു സ്റ്റഡി പ്രസിദ്ധീകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ട്രൂ ടു ഇൻ എവറി കേസസ്. ഓക്കെ, ഇറ്റ്സ് ഡാറ്റ ക്യാൻ ബി പുവർ ഓർ കോൺട്രവേഴ്ഷ്യൽ. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. അതിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു ഏറ്റവും അപ്ഡേറ്റഡ് ആണ്, റീസെന്റ് അഡ്വാൻസസ് ആണെന്നുണ്ടെങ്കിൽ കൂടെ അത് എത്രത്തോളം നമുക്ക് വിശ്വസിച്ച് ഒരു ആക്യുറസി അതിലുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇൻഫർമേഷൻ അത് കാരണം കൊണ്ട് ബയാസിക്കാം, എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇമ്പോസിബിൾ ടു റീഡ് ഓൾ ഓഫ് ഇറ്റ്. അതായത് ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റിപ്പോർട്ട് നമുക്കത് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ചു നോക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രത്തോളം അത് ആ ഒരു ഹയർ ലെവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലേ. സോ എല്ലാം നമുക്ക് വായിച്ചു നോക്കണം എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. വേറെ സെക്കൻഡറി റിസോഴ്സസ് എന്തൊക്കെയാണ്? അതിന്റെ അടുത്ത ലെവൽ ഓഫ് റിസോഴ്സസ് ആണ്. ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ഓർ ഇൻഡെക്സ് വിച്ച് കൺക്ലൂഡ്സ് ദ ഇൻഫർമേഷൻ റൈസിംഗ് ഇൻ പ്രൈമറി സോഴ്സ്. ദാറ്റ് ഈസ് പ്രൈമറി റിസോഴ്സസ് ഉണ്ടല്ലോ. പ്രൈമറി റിസോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി റിപ്പോർട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ജേർണൽസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെ എല്ലാം അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഉണ്ടല്ലോ. ഇൻ കേസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിന്റെ ഇൻഡെക്സ്, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കാണ്, അതിന്റെ ഇൻഡെക്സ് പാർട്ട് എടുക്കുമ്പോൾ എന്താ അതിന്റെ പ്രയോജനം? നമുക്ക് ആ ഇൻഡെക്സിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൽ ഈ ബുക്കിനകത്ത് എന്തെല്ലാം ടോപ്പിക്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബുക്കിനകത്ത് പറയുന്നത് എന്നുള്ളതെല്ലാം ഇൻഡെക്സിൽ, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പേജ് നമ്പർ എവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഈ അബ്സ്ട്രാക്ട് ഓർ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ഒരു പ്രൈമറി റിസോഴ്സസ് എടുക്കട്ടെ, ഒരു സ്റ്റഡി റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ജേർണൽ എടുക്കട്ടെ,
നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജസിൽ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ പോയിന്റ്സും നമുക്കത് എല്ലാം വായിച്ചു നോക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അതിന്റെ അബ്സ്ട്രാക്ട് ഓർ ഇൻഡെക്സിനകത്ത് നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താണ് അതിനകത്ത് ആ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. സോ അതൊരു സെക്കൻഡറി റിസോഴ്സസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ, ഡാറ്റ, സൈറ്റേഷൻ ആൻഡ് ആർട്ടിക്കിൾ, indexing and abstracting services are valuable tools for quick and selective screening of primary literature. That is, പ്രൈമറി ലിറ്ററേച്ചറിനെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇൻഡെക്സിങ് കൊണ്ടും അബ്സ്ട്രാക്റ്റിംഗ് കൊണ്ടും നമുക്ക് സാധിക്കും. ഓക്കെ, സോ പലതരത്തിലുള്ള അബ്സ്ട്രാക്ട്സ് ഉണ്ട്. ടെലിഗ്രഫിക് അബ്സ്ട്രാക്ട്സ് ഉണ്ട്, ഓൺലി സ്ട്രിംഗ് വേർഡ്സ് ആയിരിക്കും, പെർട്ടിക്കുലർ വേർഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡീനകത്ത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള പെർട്ടിക്കുലർ കീവേഡ്സ് മാത്രമേ ടെലിഗ്രഫിക് അബ്സ്ട്രാക്ട്സിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഇൻഡിക്കേറ്റീവ് അബ്സ്ട്രാക്ട്സ് ഉണ്ട്, സ്ട്രക്ചേർഡ് ഇൻ സെന്റൻസ് ഫോർമേഷൻ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അബ്സ്ട്രാക്ട് പലതരത്തിലുണ്ട്. ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന അബ്സ്ട്രാക്ട് തന്നെയായിരിക്കാം, ഐദർ അത് സ്ട്രിംഗ് വേർഡ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള അബ്സ്ട്രാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സെന്റൻസ് ഫോമിലുള്ള അബ്സ്ട്രാക്ട്സും ആയിരിക്കാം. ഓക്കെ, next, it contains bibliographic databases that provides abstracts for full text of studies that itself. Okay. Next, secondary resources contain indexing and abstracting systems that aids in organizing and providing easy retrieval of primary resources. Primary resources നമുക്ക് easily access ചെയ്യാനായിട്ട് സാധിക്കും. Indexing systems include an article citation with or without access to the abstract, and some may include a link to the text article. That is, ഇപ്പോൾ ഇൻഡെക്സിങ് സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഈവൻ തോ നമുക്ക് ആ അബ്സ്ട്രാക്ട് ഫുൾ ആയിട്ട് നമുക്ക് വായിച്ചു നോക്കാം, ഒരു സ്റ്റഡി റിപ്പോർട്ട് ഫുൾ ആയിട്ട് നമുക്ക് വായിച്ചു നോക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കൂടെ, അല്ലെങ്കിൽ അതിലോട്ട് ആക്സസ് ഇല്ലെന്നുണ്ടെങ്കിൽ കൂടെ, ഒരു ഫുൾ ടെക്സ്റ്റ് ആർട്ടിക്കിളിലോട്ട് നമുക്ക് ആക്സസ് ഇല്ലെന്നുണ്ടെങ്കിൽ കൂടെ ഇൻഡെക്സിലൂടെയോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റിലൂടെയോ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, citations and abstract are included in the abstracting systems, and a link to the full text article is also involved. Citations ഉണ്ടാവും, അബ്സ്ട്രാക്ട്സ് ഉണ്ടാവും. സോ ഇതെല്ലാം നമുക്ക് മേക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം ഒരു സെക്കൻഡറി റിസോഴ്സസ് ആയിട്ട്. എക്സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ അബ്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ ഇൻഡെക്സിങ് സിസ്റ്റംസ് അല്ലാതെ നമുക്ക് വരുന്ന എക്സാമ്പിൾസ് ആണ് മെഡ്ലൈൻ, അക്കാഡമിക് സെർച്ച് പ്രീമിയർ, ഡ്രഗ് ഡെക്സ്, ഇതെല്ലാം ഒരു ഡാറ്റാബേസസ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ അബ്സ്ട്രാക്ട്, ലെക്സിസ്, കാൻസോലിറ്റ്, സെസ്ബേസ്, റിയാക്ഷൻസ്, ക്ലീൻ അലേർട്ട് ആൻഡ് ടോക്സ്ലൈൻ, ഇതെല്ലാം സെക്കൻഡറി റിസോഴ്സസിന്റെ, ഇതെല്ലാം ഡാറ്റാബേസസ് ആണ് ആൻഡ് സെക്കൻഡറി റിസോഴ്സസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസ് ആണ്. ഓക്കെ, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? സ്പെസിഫിക് ഇൻഫർമേഷൻ ക്യാൻ ബി ഫൗണ്ട് അറ്റ് ഹൈ ഗ്രാനുലാരിറ്റി ബൈ പ്രൊഡ്യൂസിങ് സെർച്ചിങ്. അതായത് നമുക്കൊരു ഇൻഡെക്സിങ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ എടുക്കാനായിട്ട് പറ്റും, അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ള ഇൻഫർമേഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജസിലോട്ട് വരുമ്പോൾ, ജനറലി ഇൻ ദീസ് മോർ എക്സ്പെർട്ടൈസ് ക്യാൻ ബി റിക്വയർഡ് ഇൻ കമ്പാരിസൺസ് ടു ദ പ്രൈമറി ആൻഡ് ടെർഷ്യറി റിസോഴ്സസ്. അതായത് മോർ എക്സ്പെർട്ടൈസ് ആവശ്യമാണ്, കൂടുതൽ നോളജ് ആവശ്യമാണ്. The recovered references by the source should be filtered for quality. That is, നമുക്ക് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. Before looking for answers, the information related to the resources should be searched. അതായത് ഈ റിസോഴ്സസിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു ആൻസർ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ റിസോഴ്സ് എത്രത്തോളം നമുക്ക് അതില് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യണം. ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ഫോർ പേഷ്യൻസ്. അതായത് ഒരു പബ്ലിക്കിന്, ഒരു ജനറൽ പബ്ലിക്കിന്, ഒരാൾക്ക് ഇത് എത്രത്തോളം അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പല്ല. കാരണം ഉറപ്പായിട്ടും നമുക്കൊരു ജനറൽ പബ്ലിക് അല്ലെങ്കിൽ ഒരു സാധാരണ പേഷ്യന്റിനാണെന്നുണ്ടെങ്കിൽ ഈ റിസോഴ്സസ് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന റിസോഴ്സസ് എന്നാണ് ഇത് എടുത്തിട്ടുള്ളത്, ഡ്രഗ് ഇൻഫർമേഷൻ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ആ പേഷ്യന്റിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. സോ വേറാസ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാവാം, അല്ലെ? പക്ഷെ ഒരു പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരാൾക്ക് ഇതിനോട് വേറെ പ്രത്യേകിച്ച് ഈ ഒരു റിലേഷനിലൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു റിസോഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഈസിലി ആക്സസിബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആവണമെന്നില്ല. Usually important information to the study can be misinterpreted. That is, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രഗ് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ മിസ്ഇന്റർപ്രറ്റഡ് ആവാം. ഓക്കെ, നെക്സ്റ്റ്, ടെർഷ്യറി റിസോഴ്സസ്. തേർഡ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ്. ഇറ്റ് ഈസ് കോമ്പിനേഷൻസ് ഓഫ്
നോളജ് ഇൻ ദ ഫീൽഡ്, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ബുക്സ് ആണ്. ഓക്കെ, മെയിൻലി ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ഫാർമക്കോപ്പിയാസ്, ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, എൻസൈക്ലോപീഡിയ, ടെക്സ്റ്റ് ബുക്സ്, ഡിക്ഷണറീസ്, ഗൈഡ്സ്, മാർട്ടിൻഡെയിൽ എന്നൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഗുഡ്മാൻ ആൻഡ് ഗിൽമാൻ, ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറി, ഇതെല്ലാം നമുക്കൊരു ടേഴ്സറി റിസോഴ്സസ്, അതൊരു ഫിസിക്കൽ ഒരു ഹാർഡ് കോപ്പീസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണല്ലേ. സോ ഇതെല്ലാം നമുക്കൊരു ടേഴ്സറി റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ദിസ് റിസോഴ്സ് ഈസ് ഗുഡ് ഫോർ ബാക്ക്ഗ്രൗണ്ട് ക്വസ്റ്റ്യൻസ്, ഇറ്റ് സ്കോപ്പ് ഈസ് വൈഡ്. പലതരത്തിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. പക്ഷെ എല്ലാ സ്ഥലത്തു നിന്നും കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എടുത്തിട്ടാണ് ഈ ടെർഷറി റിസോഴ്സസ് ഉണ്ടാക്കുന്നത്. സോ അതിലുള്ള ഇൻഫോർമേഷൻ ഏറ്റവും ആക്യുറേറ്റ് ആയിരിക്കും. Tertiary resources are sources that abbreviate and summarize data from the primary literature. And that is primary literature എന്നുള്ള ഡാറ്റാസും കാര്യങ്ങളും, ഈവൻ ദോ സെക്കൻഡറി റിസോഴ്സസ് ആസ് വെൽ. ഇതിൽ നിന്നെല്ലാമുള്ള റിസോഴ്സസും കാര്യങ്ങളും എല്ലാം എടുത്ത് സമ്മറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് അല്ലെങ്കിൽ ഒരു ടെർഷറി റിസോഴ്സസിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക. Electronic databases like Micromedex and Lexicomp and review articles are also included in the tertiary resources along with textbooks. മൈക്രോമെഡെക്സും ലെക്സികോംബ് അല്ലെങ്കിൽ റിവ്യൂ ആർട്ടിക്കിൾസും ഇതിനകത്ത് ഉൾപ്പെടുത്താം. സോ വാട്ട് ഈസ് ദ മെയിൻ important examples? Textbooks, pharmacopoeia, it can be British pharmacopoeia or Indian pharmacopoeia as well, encyclopedia, dictionaries, guides, Martindale, Goodman and Gilman, British formulary. So ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും സൂക്ഷിച്ച് നോക്കേണ്ട ചില ഫാക്ടേഴ്സ് ആണ് ടെർഷറി റിസോഴ്സസ്, പ്രൈമറി റിസോഴ്സസ്, സെക്കൻഡറി റിസോഴ്സസ്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്. ജസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഒരു MCQ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ അറിഞ്ഞു വെക്കണം എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു എന്താ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇരിക്കണം. അതുപോലെ തന്നെ എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ടെർഷ്യറി റിസോഴ്സസ്. ഇറ്റ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് ഇൻഫോർമേഷൻ. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫോർമേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ബൈ ദി സോഴ്സ് ഫെസിലിറ്റീസ് റിഫ്ലക്ഷൻ വ്യൂസ് ടുവേർഡ്സ് മൾട്ടിപ്പിൾ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ്. അതായത് പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ ഈ റിസോഴ്സസിൽ എടുത്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ഫാസ്റ്റ്, ഈസി ടു യൂസ് ആൻഡ് മേ ബി ഗുഡ് ഫോർ പേഷ്യൻസ് ആസ് വെൽ. അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതായത് ഡ്രഗ് ഇൻഫർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ടു യൂസ് ആണ്. ഈവൻ ദോ ഒരു സാധാരണക്കാരൻ, ഒരു പേഷ്യന്റിനാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതായത് അവർക്കാണെന്നുണ്ടെങ്കിൽ കൂടെ ഇത് ഈസിലി അക്സസിബിൾ ആണ്. Next, disadvantages. It is generally not relevant for at least 2 years by publication. That is the main disadvantage. അതായത് ഒരു ഹാർഡ് കോപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഈവൻ ദോ ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു വൺസ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ്, ആ പബ്ലിഷ്ഡ് ആയ സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അത് ഹൈലി വാലിഡ് ആണ് അല്ലേ. പക്ഷെ അത് പബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ് ഒരു 2 years ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ, അത് അതിനകത്തോട്ട് വരുന്ന റീസെന്റ് അഡ്വാൻസസ് ഒന്നും ഈ പ്രിന്റുകളിൽ, അതായത് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ അവൈലബിൾ ആയിരിക്കില്ല അല്ലെ. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡീഷൻ ഓഫ് ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വാങ്ങിച്ചു, അതൊരു 2 years കഴിഞ്ഞ് അതിലുള്ള ഇൻഫർമേഷൻസ് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദർ. പക്ഷെ റീസെന്റ് അഡ്വാൻസസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും, പുതിയ തരത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. സോ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ എഡീഷനിലും അതിൻ്റെതായിട്ടുള്ള പല മാറ്റങ്ങളും വരാം അല്ലെ. സോ റീസെന്റ് അഡ്വാൻസസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഒരു 2 years ആയിട്ടുള്ള പബ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓതേഴ്സ്. അതായത് ഓതേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓതേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവര് സെലക്റ്റീവായി അല്ലെങ്കിൽ കളക്റ്റീവായി കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻഫോർമേഷൻ ആയി കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓതേഴ്സ്. ഓക്കെ, it can be addressed by pharmacist after consulting at least 2 tertiary resources. That is, ഒരു ടെർഷറി റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാതെ 2-3 ടെർഷറി റിസോഴ്സ്, കുറെ തരത്തിലുള്ള ടെർഷറി റിസോഴ്സ് അനലൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു റിസോഴ്സ്, ഒരു ടെർഷറി റിസോഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ. ഓക്കെ, സോ ഇതൊരു കോൺസൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്.
പ്രൈമറി ലിറ്ററേച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒറിജിനൽ ആർട്ടിക്കിൾസ്, റാൻഡമൈസ്ഡ് കൺട്രോൾ ക്ലിനിക്കൽ ട്രയൽസ്, നോൺ റാൻഡമൈസ്ഡ് പ്രോസ്പെക്റ്റീവ് ക്ലിനിക്കൽ ട്രയൽസ്, കോഹോർട്ട് സ്റ്റഡീസ്, ഇതിന്റെ എല്ലാം റിപ്പോർട്ട്സ് പ്രൈമറി ലിറ്ററേച്ചറിലായിരിക്കും വരുന്നത്. സെക്കൻഡറി റിസോഴ്സസ് എന്തൊക്കെയാണ്? മെഡ്ലൈൻ, എംബേസ്, പബ്മെഡ്, ഗൂഗിൾ സ്കോളർ ഒക്കെ നമുക്ക് ഇന്റർനെറ്റ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന, ഈ ഗൂഗിൾ സ്കോളറിലൊക്കെ പലതരത്തിലുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് കൊടുത്താൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള റിസോഴ്സസ് കിട്ടും അല്ലേ. ആൻഡ് ജേർണൽ വാച്ച്, ലെക്സിസ് നെക്സിസ്, അതെല്ലാം ഡാറ്റാബേസസ് ആണ്. നെക്സ്റ്റ് ടെർഷറി റിസോഴ്സസിലോട്ട് വരുമ്പോൾ ജനറൽ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ജനറൽ പ്രോഡക്റ്റ് ഇൻഫർമേഷൻസ്, റിവ്യൂ ആർട്ടിക്കിൾസ്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്, ഇലക്ട്രോണിക് ടെക്സ്റ്റ് ബുക്സ്, ഇതെല്ലാം നമുക്ക് ഡ്രഗ് ഇൻഫർമേഷൻ ഹാൻഡ് ബുക്ക്, അങ്ങനെ പലതരത്തിലുള്ള ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമുക്ക് ടെർഷറി റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഇന്റർനെറ്റ് റിസോഴ്സസ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി റിസോഴ്സസ് അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. പക്ഷെ ഇപ്പൊ ടെർഷറി റിസോഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് റിസോഴ്സസ് അല്ല, അത് ഫിസിക്കൽ റിസോഴ്സസ് ആണ് അല്ലെ. പക്ഷെ ഇന്റർനെറ്റ് റിസോഴ്സസിലോട്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റ് വഴി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ്. അതിലും ഉണ്ട് ഈ പ്രൈമറി റിസോഴ്സസ്, സെക്കൻഡറി റിസോഴ്സസ്, ടെർഷറി റിസോഴ്സസ്. സെയിം ആസ് ഓഫ് പ്രൈമറി റിസോഴ്സസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രൈമറി, സെക്കൻഡറി, ടെർഷറി പോലെ തന്നെ അതേ സെയിം എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ഇന്റർനെറ്റ് വേർഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് മെറ്റാ അനാലിസിസ്, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ്, ഒബ്സർവേഷണൽ ട്രയൽസ്, കേസ് റിപ്പോർട്ട്സ്, ഇതൊക്കെ സെയിം പ്രൈമറി റിസോഴ്സസിലും എക്സാമ്പിൾ ആയിരുന്നല്ലേ. അത് തന്നെ അതിന്റെ ഒരു ഇന്റർനെറ്റ് വേർഷൻ are involved in these resources. The information gained from this literature is the basis of evidence-based practice. The reader interpreting this resource should be aware of the advantages and disadvantages of this type of information. അതായത് ഇതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസിനെ പറ്റി നമ്മൾ അത് അലേർട്ട് ആയിരിക്കണം. പ്രൈമറി റിസോഴ്സസ് ആർ യൂഷ്വലി മോസ്റ്റ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ, അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏറ്റവും റീസെന്റ് അഡ്വാൻസസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എപ്പോഴും പ്രൈമറി റിസോഴ്സസ് ആണ്. Practitioners can form their own opinion related to the support of evidence by reviewing the information. That is, അവർക്ക് തന്നെ ഒരു ജനറൽ ഒരു ഇൻഫറൻസിൽ എത്താൻ പറ്റും ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. With the increase in internet popularity, many primary resources can be read directly from the website of the publisher or medical or pharmacy journal. That is, നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെബിലൂടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് വായിക്കാനായിട്ട് പറ്റും, ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സം ജേർണൽസ് ക്യാൻ ബി ഈസിലി അസസ്ഡ് ബട്ട് ദ മെജോറിറ്റി റിക്വയർസ് എ സബ്സ്ക്രിപ്ഷൻ. അതായത് മെജോറിറ്റി കേസസിലും ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ കൂടെ ചിലതിന് സബ്സ്ക്രിപ്ഷൻസ് ആവശ്യമായിട്ട് വരും. പക്ഷേ ഈവൻ ദോ സബ്സ്ക്രിപ്ഷൻസ് ആവശ്യമായിട്ട് വരുന്ന ജേർണൽസ് ആണെന്നുണ്ടെങ്കിൽ കൂടെ അതിന്റെ അബ്സ്ട്രാക്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് ക്യാൻ ബി വ്യൂഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതിനൊരു സബ്സ്ക്രിപ്ഷന്റെ ആവശ്യം ഉണ്ടാവില്ല. ബിക്കോസ് ഓഫ് ദ റെസ്ട്രിക്റ്റഡ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഹെറന്റ് ബയാസ് ഗിവൺ ഇൻ ആൻ അബ്സ്ട്രാക്ട്, it must be used for determining whether the obtained article can be valuable for making a therapeutic decision. അതിനകത്ത് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം, ബയാസ് ഉണ്ടാവായിരിക്കാം. ഇപ്പൊ അബ്സ്ട്രാക്റ്റിൽ അതൊക്കെ ചിലപ്പോൾ ചില ബയാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മളത് എത്രത്തോളം സൂക്ഷിച്ചും നോക്കിയും വേണം. പലതരത്തിലുള്ള റിസോഴ്സസ് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം, റെഫർ ചെയ്തിട്ട് വേണം എപ്പോഴും ഒരു ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ജനറലി സെയിങ്, നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരാള് എപ്പോഴും നമ്മൾ ഒരു ടെർഷറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സെക്കൻഡറി റിസോഴ്സസിലോട്ട് പോയി പിന്നെ മാത്രമേ പ്രൈമറിയിലോട്ട് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് വരുന്നത്. എപ്പോഴും ഒരൊറ്റ റിസോഴ്സ് മാത്രം റെഫർ ചെയ്യല്ല ചെയ്യേണ്ടത്. പ്രൈമറിയിൽ തുടങ്ങണം, പിന്നെ സെക്കൻഡറിയിലോട്ട് പോകണം, പിന്നെ ടെർഷറിയിലോട്ട് പോകണം, പിന്നെ സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്യണം, അതുപോലെ തന്നെ പ്രൈമറി റെഫർ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, സെക്കൻഡറി റിസോഴ്സസ്. ഇറ്റ് ഡയറക്ട്സ് വൺ ടു പ്രൈമറി റിസോഴ്സസ്. Medline and PubMed are some of the examples of secondary resources which deliver bibliographic and abstract information. Addis International, CINAHL, PubMed, Ovid, Web of Science, Embase, International Pharmaceutical Abstracts, Google Scholar, ClinAlert, and Iowa Drug Information Service are various indexing databases that can be accessible through internet. Okay. സോ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെയിം നമ്മൾ നേരത്തെ കണ്ട സെക്കൻഡറി റിസോഴ്സസ് തന്നെ ഇതെല്ലാം നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് അക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്.
excluding PubMed and Google Scholar in which subscription is needed to access the resources. PubMedും ഗൂഗിൾ സ്കോളറും നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള എക്സാമ്പിൾസിലോട്ടൊക്കെ നമുക്ക് എന്താ സബ്സ്ക്രിപ്ഷൻ വേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. Next, tertiary resources. It is an excessive summary of primary resources on the internet. Because of the significant amount of information recovered by a search engine query, it can be difficult to determine which source to use. That is, tertiary resources എന്ന് പറയുന്നത് ഒരു സമ്മറി ഓഫ് പ്രൈമറി റിസോഴ്സ് ആണ്. സോ വെദർ ഇറ്റ് ഈസ് ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, because of the significant amount of information recovered in internet search engine query, it can be difficult to determine which sources to use. So ഏത് സോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ അലേർട്ട് ആയിരിക്കണം. With the print versions of tertiary resources, that is textbooks or review articles, the reliability of the online resources can be similar to the information they are based on. Locating the date of the last update is very difficult while using the information found on a website. That is, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സ് കൂടെ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിന്റെ കിൻഡിൽ ഫോംസ് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഫോംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. പക്ഷെ എന്നാൽ പോലും അതിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ പബ്ലിഷിംഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് എഡീഷൻ ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു 3-4 വർഷം മുമ്പുള്ള എഡീഷൻ എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും റീസെന്റ് അഡ്വാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ചിലപ്പോൾ അതിനകത്ത് കിട്ടില്ല. ഓക്കെ. സോ അതിന് നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെ പോണം. ഐ മീൻ ഒരു റിസോഴ്സ് തന്നെ റെഫർ ചെയ്യണം. ഓക്കെ. ദിസ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് മേക്കിംഗ് എ ഡിസിഷൻ ഓൺ ഔട്ട്ഡേറ്റഡ് എവിഡൻസ്. Next, benefits. Through these latest published updates can be searched and benefits. Through these latest published updates can be searched and discussed in the media. One can have updates regarding company-specific informations by this source. It helps in easily communicating the current issue and it is helpful in viewing government agency news. അതായത് നമുക്കൊരു ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അക്സസിബിൾ ആയിരിക്കും. റീസെന്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൈമറി ഇന്റർനെറ്റ് റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് കറന്റ് ഇഷ്യൂസ്, റീസെന്റ് അഡ്വാൻസ്ഡ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ലിമിറ്റേഷൻസിൽ വരുമ്പോഴോട്ട് എന്തൊക്കെയാണ്? ഇൻ ദിസ് ദ ഇൻഫർമേഷൻ കനോട്ട് ബി പിയർ റിവ്യൂഡ് ഓർ എഡിറ്റഡ് ബിഫോർ റിലീസ്. അതായത് ഈ ഇന്റർനെറ്റ് റിസോഴ്സസിലാണെന്നുണ്ടെങ്കിൽ അത് പിയർ റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻഫോർമേഷൻ ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ ഇൻ ദി സോഴ്സ്. അത് എല്ലാ കേസസിലും നമുക്ക് ഈ ഇൻഫോർമേഷൻ മാത്രം ഉപയോഗിച്ച് നമുക്കൊരു റെഫറൻസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് ആൻ അഡ്രസ്, ദാറ്റ് ഈസ് URL അഡ്രസ്, ഒരു ഇന്റർനെറ്റ് അഡ്രസ് ആവശ്യമാണ്. ഓക്കെ. So that is all about internet resources. Same as that of primary, secondary and tertiary resources. വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. സോ ഈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി റിസോഴ്സസിന്റെ ഒക്കെ ഒരു ഇന്റർനെറ്റ് വേർഷൻ ആണ് എന്ത്? ഇന്റർനെറ്റ് റിസോഴ്സസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓക്കെ. നെക്സ്റ്റ്, സ്പെഷ്യലൈസ്ഡ് റിസോഴ്സസ് ഫോർ ADRs. ദാറ്റ് ഈസ് ADRസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ എടുക്കുന്ന റെഫർ ചെയ്യുന്ന റിസോഴ്സസ് ആണ് സ്പെഷ്യലൈസ്ഡ് റിസോഴ്സസ് ഫോർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിനെ പറ്റിയുള്ള റിസോഴ്സസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാം? ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്സ് നിന്ന് കിട്ടാം, പലതരത്തിലുള്ള ബുക്സ് നിന്ന് കിട്ടാം, ജേർണൽസ് നിന്ന് കിട്ടാം, ഓൾറെഡി അണ്ടർവെന്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിന്റെ ജേർണൽസിൽ നിന്ന് കിട്ടാം. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പബ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാം, ഡാറ്റ സോഴ്സസിൽ നിന്ന് കിട്ടാം, ഇന്റർനാഷണൽ റിസോഴ്സസിൽ നിന്ന് കിട്ടാം, റീജിയണൽ നാഷണൽ റിസോഴ്സസിൽ കിട്ടാം. ഓക്കെ. സോ ജസ്റ്റ് ഹാവ് ആൻ ഐഡിയ ഓഫ് ഏതൊക്കെ റിസോഴ്സസിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടാന്നുള്ളതിനെ പറ്റി നോക്കി വയ്ക്കുക. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലോട്ട് പോയില്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ദാറ്റ് ഈസ് ബുക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുക്സിലൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടാം. ഈ പറയുന്നതിൽ നിന്ന് മാത്രമല്ല, കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഫോമാറ്റിലുള്ള എന്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഫോർമേഷൻസ് ഒരു ADRനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാം. ADRനെ പറ്റി സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ. ദാറ്റ് ഈസ് കോബേർട്സ് മാനുവൽ ഓഫ് ഡ്രഗ് സേഫ്റ്റി ആൻഡ് ഫാർമക്കോവിജിലൻസ്, SK ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫാർമക്കോവിജിലൻസ് ബൈ JP ബ്രദേഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോവിജിലൻസ് ബൈ വില്യം ബ്ലാക്ക്വെൽ. അതുപോലെ തന്നെ കൗൺസിൽ ഫോർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മെഡിക്കൽ സയൻസസ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈച്ച് ആൻഡ് എവറി എക്സാമ്പിൾസ് ഒന്നും പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ്
ഹാവ് ആൻ ഐഡിയ ഓഫ് ബുക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് നമുക്ക് റെഫർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നോക്കാം. ഓക്കെ. ജേർണൽസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ജേർണൽസ് നമുക്ക് ഉപയോഗിക്കാം. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ ഉണ്ട്. ഇപ്പൊ ഫാർമസി ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഫാർമസി പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന ജേർണൽസ് ഉണ്ട്. ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ ഉണ്ട്. ലാൻസെറ്റ് ഉണ്ട്. ഡ്രഗ് ഇൻഫോർമേഷൻ ജേർണൽസ് ഉണ്ട്. സോ അതെല്ലാം ജേർണൽസിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഡാറ്റ സോഴ്സസ് നമ്മൾ നോക്കി അല്ലെ, സെക്കൻഡറി റിസോഴ്സസിനകത്ത് കണ്ട ചില മൈക്രോമെഡക്സ് അല്ലെങ്കിൽ ഡ്രഗ് ഡെക്സ്, മാർട്ടിൻഡെയിലൊക്കെ ടെർഷറിക്കകത്ത് വരുന്നതാണ്. പക്ഷെ അത് ഡാറ്റ സോഴ്സസ് ആണ്, ഒരു ഡാറ്റാബേസ് ആണത്. ഇപ്പൊ മെർക്ക് മാനുവൽസ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ICD. അത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ പറ്റി മെയിൻലി നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്, ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാർമക്കോപ്പിയ, വിജി സെർച്ച്, വിജി മൈൻഡ്, വിജി മെഡ്, വിജി ആസസ്, വിജി ബേസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. WHO ഡാറ്റാബേസസ് ആണ്. അതുപോലെ തന്നെ പബ്മെഡ്, ലെക്സികോം, അതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസസ് ആണ്. പബ്മെഡ് ആണെന്നുണ്ടെങ്കിൽ ലെക്സികോംബ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ റിസോഴ്സസ്. എന്തൊക്കെയാണ് ഇന്റർനാഷണൽ റിസോഴ്സസ്? ഇന്റർനാഷണൽ റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണലി വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, WHO പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ ഡ്രഗ് മോണിറ്ററിംഗ്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച WHO പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ മോണിറ്ററിംഗ്. ഇതിന്റെ ഈ WHO പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് നിന്ന് നമുക്ക് റെഡിലി ആക്സസിബിൾ ആണ്. നമുക്ക് അതിനകത്ത് നിന്ന് ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിജി ലൈസ് ഓർ വിജി ആക്സസ്, അത് WHO ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഫോർ അനലൈസിങ് ADR ഡാറ്റ. ദാറ്റ് ഈസ് വിജി ലൈസ് പ്രൊഫഷണൽസ്, വിജി ആക്സസ് ഫോർ പബ്ലിക് വേർഷൻ. വിജി ലൈസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വിജി ആക്സസ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. Council for International Organization of Medical Sciences, CIOMS. It publishes international guidelines on ADR reporting and management. MEDRA, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച MEDRA, that is Medical Dictionary for Regulatory Affairs. It can standardize terminology for coding and classifying ADRs. That is ADRs കോഡ് ചെയ്യാനായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ടും ഒരു സ്പെസിഫിക് ടെർമിനോളജി തന്നെയാണ് അവരുണ്ടാക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ, E2 ഗൈഡ്ലൈൻസ്. അവരുടെ ഗൈഡ് ലൈൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സേഫ്റ്റി, ഡാറ്റ മാനേജ്മെന്റിനെ പറ്റി, ADR റിപ്പോർട്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ഇന്റർനാഷണലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേൾഡ് വൈഡ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അതേ സെയിം പോലെ തന്നെ റീജിയണൽ ഓർ നാഷണൽ റിസോഴ്സസ് ഉണ്ട്. ഒരു റീജിയണൽ ആയിട്ടോ അല്ലെങ്കിൽ നാഷണൽ ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, യൂഡ്ര വിജിലൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. യൂഡ്ര വിജിലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം തന്നെ ഫോർ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി. യൂറോപ്പിൽ മാത്രം ഉപയോഗിച്ച് വരുന്ന ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ആണ് യൂഡ്ര വിജിലൻസ്. ദാറ്റ് ഈസ് യൂറോപ്യൻ മെഡിസിൻ ഏജൻസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് ഫോർ സസ്പെക്ടഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആണ് യൂഡ്ര വിജിലൻസ്. Next, FAERS, that is FDA Adverse Event Reporting System implemented by USA. അമേരിക്കയുടെ ആണ് FDA Adverse Event Reporting System. It is a public database for adverse drug reactions reported to the FDA. Next, യെല്ലോ കാർഡ് സ്കീം. ഇതും നമ്മൾ ഒരു ഏർലിയർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം, ദാറ്റ് ഈസ് ബ്രിട്ടൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്കീമാണ് യെല്ലോ കാർഡ് സ്കീം. ദാറ്റ് ഈസ് നാഷണൽ ADR റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് യെല്ലോ കാർഡ് സ്കീം. നെക്സ്റ്റ്, ഹെൽത്ത് കാനഡ വിജിലൻസ് പ്രോഗ്രാം. ആസ് ദ നെയിം സജസ്റ്റ്, കാനഡ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് ഫോർ ADR റിപ്പോർട്ടിംഗ് ആൻഡ് അസസ്മെന്റ് ഡാറ്റാബേസ്. നെക്സ്റ്റ്, നമ്മുടെ തന്നെ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ ADR മോണിറ്ററിംഗ് പ്രോഗ്രാം. SMED എഫക്ട് കാനഡയുടെ, ആൻഡ് TGA-DAEN, ദാറ്റ് ഈസ് ഫോർ ഓസ്ട്രേലിയ, ഇൻ നാഷണൽ ADR ഡാറ്റാബേസസ്. സോ ഓരോ നാഷണൽ ഡാറ്റാബേസസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കി. USA ഏതാണ്, UK ഏതാണ്, ഇതെല്ലാം ജസ്റ്റ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഹാവ് ആൻ ഐഡിയ. സോ ADRസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ റിസോഴ്സസിൽ നിന്ന് കിട്ടും. ഓക്കെ. ജസ്റ്റ് ഹാവ് ആൻ ഐഡിയ. ബുക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് ആയിരിക്കാം, ജേർണൽസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ജേർണൽസ് ആയിരിക്കാം. ഇപ്പോൾ നമ്മളുടെ WHO UMC പബ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വിജി എസ് അല്ലെങ്കിൽ വിജി ബേസ്, ഇതൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡാറ്റ സോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ പബ്മെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ സ്കോളർ, ഇതൊക്കെ ഒരു ഡാറ്റ സോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിസോഴ്സസ്
എന്തൊക്കെയാണ് വേരിയസ് ഇന്റർനാഷണൽ റിസോഴ്സസ്, റീജിയൻ ആൻഡ് നാഷണൽ റിസോഴ്സസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് റിസോഴ്സസ് ഫോർ ഏരിയാസ്. സോ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. എന്തൊക്കെയാണ് ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള ഒരു എന്തൊക്കെയാണ് പ്രൈമറി, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, ഇതൊക്കെ മെയിൻ ആയിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഫോർ എ സെക്കൻഡറി ആൻഡ് ടെർഷറി ഓൾസോ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇത്രയൊക്കെയാണുള്ളത്. ഐ വിൽ ഓൾസോ ഷെയർ ദ MCQ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്താലോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ദാറ്റ് ഈസ് ദ MCQ ക്വസ്റ്റ്യൻസ്. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ്? എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ, താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ്? ഓപ്ഷൻ എ ടെക്സ്റ്റ് ബുക്സ്, ഓപ്ഷൻ ബി ക്ലിനിക്കൽ ട്രയൽ റിപ്പോർട്ട്സ്, ഓപ്ഷൻ സി ഫാർമക്കോപ്പിയസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ദാറ്റ് ഈസ് ഏതൊക്കെയാണ് പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ്? ടെക്സ്റ്റ് ബുക്സ് ഏതാ? ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആണോ? ഇറ്റ്സ് നോട്ട് എ പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ്. ഓക്കെ, ഫാർമക്കോപ്പി ഒരു പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ് ആണോ? അല്ല. അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽ റിപ്പോർട്ട്സ് അതൊരു പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ് ആണോ? ഇറ്റ് ഈസ് എ പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ് അല്ലേ? ക്ലിനിക്കൽ ട്രയൽ റിപ്പോർട്ട്സ് ഒരു പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആണ്. വെറാസ് ടെക്സ്റ്റ് ബുക്സ് ഒരു എന്താ ടെർഷറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ്? ഓക്കെ, ഓപ്ഷൻ എ thesis, ഓപ്ഷൻ ബി പബ്ലിഷിംഗ്സ്, ഓപ്ഷൻ സി ഡ്രഗ് ഡെക്സ് ആൻഡ് ഓപ്ഷൻ ഡി ടെക്സ്റ്റ് ബുക്സ്. സെക്കൻഡറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് ഏതാ ഇതിൽ? thesis എന്ന് പറയുന്നത് പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആണ്. പബ്ലിഷിംഗ്സോ ഇറ്റ് ഈസ് എ പ്രൈമറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ്, വെറാസ് ടെക്സ്റ്റ് ബുക്സ് ഒരു ടെർഷ്യറി ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഡ്രഗ് ഡെക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Goodman and Gilman is a dash drug information resource. Option A tertiary, option B secondary, option C primary, and option D none of these. Option A tertiary, option B secondary, option C primary, and option D none of these. So option A is the correct answer. Goodman and Gilman, it is a textbook format. It is a tertiary drug information resource. Which of the following is an example of an internationally recognized drug compendium? ഡ്രഗ് കോമ്പൻഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണൽ ലെവൽസിൽ ഉപയോഗിക്കുന്ന, ഇപ്പൊ ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രമുള്ള ഒരു ഡ്രഗ് കോമ്പൻഡിയം ആണ്. വെറാസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് മാർട്ടിൻഡേയിലാണെന്നുണ്ടെങ്കിലോ അതും ഒരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഡ്രഗ് കോമ്പൻഡിയം ആണ്. ഡ്രഗിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ് ഈസ് ദ ആൻസർ. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് കേട്ടോ, കാരണം ഓരോ ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് പുതിയത് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. The British National Formulary is mainly used for option A drug advertising, option B drug prescribing and safety information, option C manufacturing guidelines, and option D clinical trial design. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ഫോർ ഡ്രഗ് പ്രിസ്ക്രൈബിംഗ് ആൻഡ് സേഫ്റ്റി ഇൻഫർമേഷൻ.